കണ്ണപുരം സ്ഫോടന കേസിലെ പ്രതി അനൂപ് മാലിക്കിനെ ആദരിക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ബോഡി ബിൽഡിംഗും പവർ ലിഫ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ആദരം. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് നടത്തിയത്. അതിനിടെ സ്ഫോടനത്തിൽ രാഷ്ട്രീയ ബന്ധമെന്ന ആരോപണം തള്ളി പോലീസ് രംഗത്ത്. സ്ഫോടക വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചത് വിൽപ്പനയ്ക്ക് എന്നാണ് കണ്ടെത്തൽ. സ്ഫോടക വസ്തുക്കൾ വാങ്ങാൻ ഉദ്ദേശിച്ചവരെ ലക്ഷ്യമിട്ട് അന്വേഷണം ആരംഭിച്ചു. അതേസമയം സ്ഫോടനം ഉണ്ടായത് എങ്ങനെ എന്നതിൽ വ്യക്തതയില്ല. ഇടുങ്ങിയ മുറിയിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതാകാം കാരണമെന്നാണ് സംശയിക്കപ്പെടുന്നത്. സ്ഫോടനം നടന്ന സമയത്ത് കൊല്ലപ്പെട്ടയാൾക്ക് പുറമെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളോട് പോലീസ് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ തന്നെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ടി.ഒ. മോഹനൻ, മുൻ മേയർ, കോൺഗ്രസ് നേതാവ് നമ്മുടെ തത്സമയം ചേരുന്നു. ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികനും ചേരുന്നുണ്ട്. ശ്രീ ടി.ഒ. മോഹനൻ, ഇത് കോവിഡ് കാലത്താണെന്ന് തോന്നുന്നു. കോവിഡ് കാലത്ത് നടന്ന ഒരു ഫോട്ടോയാണ്, അന്നത്തെ ഒരു ഫോട്ടോ ചിത്രമാണിപ്പോൾ താങ്കളുടേതായി, താങ്കൾ നൽകുന്ന ഉപഹാരത്തിൻ്റെ ചിത്രമാണിപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതൊരു യാദൃശികമായിട്ടല്ലെങ്കിൽ അങ്ങനെ ആകസ്മികമായി വന്നതാണോ, അതല്ല അനൂപിൻ്റെ പശ്ചാത്തലമൊക്കെ തന്നെ മുൻപിൽ ഉണ്ടായിട്ടും അല്ലെ അറിവുണ്ടായിട്ടും ഇങ്ങനെ ഒരു ആദരവ് സംഘടിപ്പിച്ചതായിരിക്കുമോ? എന്താണ് അങ്ങയുടെ പ്രതികരണം ശ്രീ ടി.ഒ. മോഹനൻ? ആ പ്രോഗ്രാമിന്റെ പിറകിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബാനർ നോക്കിയാൽ ആർക്കും ബോധ്യമാകുന്ന ഒരു സംഗതിയാണ്. കണ്ണൂർ ജില്ലാ റെസ്ലിംഗ് അസോസിയേഷൻ, പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ അവരുടെ ഒരു പരിപാടിയുടെ ഭാഗമായി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ച എന്നെ ആ പരിപാടിക്ക് ശേഷം അതിനിടയിൽ ഇതുപോലെ അംഗീകാരങ്ങൾ കിട്ടിയ ആളുകളെ ആദരിക്കാൻ വേണ്ടി അവിടെ വെച്ച് പറയുകയും അതിനകത്ത് പല ആളുകളെ ആദരിച്ച കൂട്ടത്തിൽ ഈ പറഞ്ഞ ആളുകളെയും ആദരിച്ചതാണ് ഞാൻ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. ഇപ്പൊ നമ്മുടെ മുൻപിൽ ഇത്തരം പരിപാടികൾ ഒരുപാടുണ്ടാകും. എല്ലാ ആളുകളും പൊതുപ്രവർത്തകരായി ഇരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആളുകൾ, അവരൊക്കെ തന്നെയും ഇത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുക സ്വാഭാവികമാണ്. ആ പരിപാടിക്കിടയിൽ വെച്ച് ഇങ്ങനെ ഒരു അംഗീകാരം നേടിയ ആൾ നമ്മുടെ മുമ്പിലുണ്ട്, അവർക്ക് ഒരു പുരസ്കാരം കൊടുക്കണം, ഒന്ന് ആദരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. പിന്നെ ഇതൊക്കെ കുത്തിപ്പൊക്കി ആളുകൾ പറയുമ്പോൾ നമ്മൾ പറയേണ്ടത്, ഇങ്ങനെ ഏതെങ്കിലും ക്രിമിനൽ കേസിൽ പെട്ടിരിക്കുന്ന ആളുകൾ അങ്ങനെ ക്രിമിനൽ കേസിൽ പെട്ടുകഴിഞ്ഞാൽ അവരുടെ നെറ്റിയിലോ മറ്റോ ഇത് പച്ച കുത്തി വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുക? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം അതാണ്. അപ്പൊ ഇത് ഒരിക്കലും ഒരു വ്യക്തിയുടെ പേര് വായിച്ചെടുക്കുമ്പോൾ അവർ ക്രിമിനൽ കേസിൽ പ്രതിയാണ് എന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇത്തരം ഒരുപാട് ആളുകൾക്ക് പല ഘട്ടങ്ങളിൽ പല വിധത്തിൽ ഉപഹാരങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ തന്നെ കൊടുക്കേണ്ട സാഹചര്യം ഔദ്യോഗിക സംവിധാനം ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഈ 2016 സ്ഫോടന കേസിലെ പ്രതിയാണ് ഈ അനൂപ് മാലിക് എന്നയാൾ. അപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ ഡേറ്റ സംഘടിപ്പിക്കാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് മേയർ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഇത്തരം ഡേറ്റാസ് ഒക്കെ കിട്ടാനും എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഒരു അറിവില്ലാതെ പോയി എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ദഹിക്കുമോ? ഈ പറഞ്ഞ പരിപാടിക്ക് ഞാൻ പങ്കെടുത്തത് ഇവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അവിടെ വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ട് പരിപാടിയിൽ പങ്കെടുത്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് ശേഷം കുറച്ച് ആളുകളെ ആദരിക്കാനുണ്ട്. ഇപ്പൊ നമുക്കറിയാം, SSLCക്കും +2 ഒക്കെ A+ ഒക്കെ കിട്ടിയ കുട്ടികളെ, ആയിരക്കണക്കായ കുട്ടികളെ ഒന്നിച്ച് ആദരിക്കുന്ന പരിപാടി നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ അതിനകത്ത് ഏത് കുട്ടിയാണ് കേസിൽപ്പെട്ടിട്ടുള്ളത്, ഇവരുടെ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണോ പരിപാടിയിൽ പങ്കെടുക്കുക? ഇതൊക്കെ വെച്ചിട്ടാണ് ആളുകൾ വിലയിരുത്തുക. നമ്മളൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഇന്ന് അംഗീകാരം. അപ്പൊ അതിനകത്ത് സംഘാടകരുമായി പിന്നീട് സംസാരിക്കുക മറ്റോ ചെയ്തു താങ്കൾ ഇതിന്റെ സംഘാടകരുമായി പിന്നീട് അതിനുശേഷവും അതിനുശേഷവും പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തോ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലവിധ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത്തരം ആളുകളെ വാസ്തവത്തിൽ നമ്മുടെ ഒരു നിയമവ്യവസ്ഥ വ്യക്തമായിട്ടുണ്ടെങ്കിൽ അത്തരം ക്രിമിനൽ കേസിൽ പെട്ട ആളുകളെ ഒന്നും ഇത്തരം പരിപാടികൾ സ്പോർട്സ് കൗൺസിൽ നടത്തുന്ന പരിപാടിയിലൊന്നും പങ്കെടുപ്പിക്കാൻ അനുവദിക്കാൻ പാടില്ല. അവരെ എല്ലാറ്റിൽ നിന്നും പുറത്തു വന്ന മറ്റൊരു ഫോട്ടോ എന്റെ മുമ്പാകെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പൊ കണ്ണൂർ നഗരത്തിൽ പരിപാടിയിലാണ് ഞാൻ പങ്കെടുത്തത്.
അപ്പോൾ ശ്രീ ടി ഒ മോഹനൻ അതിനുശേഷം പിന്നീട് അറിഞ്ഞില്ല ഈ അനൂപ് ആരാണെന്നും അറിഞ്ഞില്ല. അല്ല, മുൻപും ഈ സ്ഫോടന കേസിലെ പ്രതിയാണെന്നും ഒരു അറിവുമില്ലാതെയാണ്. പിന്നീടും അതിനുശേഷം എന്താണ് ഈ സംഭവം അറിയുന്നത്? പിന്നീട് എന്താണ് ഈ അനൂപിനെ വ്യക്തിപരമായി താങ്കൾക്ക് അറിയുമായിരുന്നോ? ഇല്ല, അനൂപിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല. ഞാനിവിടെ പറയുന്നത് അവിടെ ശ്രീമതി ടീച്ചർ ആദരിക്കുന്ന ചടങ്ങ് ഞാൻ അന്വേഷിച്ചു, അത് എവിടെയാണ്? അത് ഈ ബോംബ് സ്ഫോടനം നടന്ന കണ്ണപുരത്താണ്. ആ കണ്ണപുരത്തെ CPM-ന്റെ പ്രാദേശിക നേതാവ് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന TK ദിവാകരൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ചിട്ടാണ് അവരാദരിച്ചിട്ടുള്ളത്. ഞാൻ അതിനെ കുറ്റപ്പെടുത്താനല്ല പറയുന്നത്. അപ്പോ ഈ അനൂപ് മാലിക് എന്ന് പറയുന്ന വ്യക്തിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത കണ്ണപുരത്ത് CPM പാർട്ടി മുൻകൈ എടുത്ത് എന്തിനാണ് ആദരിച്ചത്? അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഒരാൾ മരണപ്പെടുകയും ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ പങ്കെടുത്ത ചടങ്ങ് എവിടെയാണ്? കണ്ണൂർ. ഒരു കാര്യം ചോദിക്കട്ടെ, പോലീസിന് ഇപ്പോൾ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്? ഇതിൽ വിചിത്രമായിട്ടുള്ള വസ്തുതകൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഈ ഫയല് ആ രീതിയിൽ, അതായത് ഇതൊരു പടക്കമാണ്, പടക്കം മാത്രമേ ഉള്ളൂ. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു പടക്കം മാത്രമാണ് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നിരിക്കുക? ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഉത്സവമൊന്നും അടുത്ത് വരാനില്ല, ഉത്സവമോ മറ്റ് പരിപാടികളൊന്നും വരാനില്ല. അപ്പോൾ ഇങ്ങനെ വലിയ അളവിൽ പടക്കമൊക്കെ ശേഖരിക്കുക, അപ്പോൾ അത് പടക്കം മാത്രമാണോ? സ്ഫോടക വസ്തു വല്ലതും ഉണ്ടോ? മുൻ മേയർ എന്ന നിലയിൽ അങ്ങേക്ക് എന്താണ് ഈ സംഭവത്തെ, പോലീസിന്റെ ഇന്നത്തെ ഈ ഒരു തീർപ്പുകൽപ്പിലേക്ക് എത്തുമ്പോൾ താങ്കൾക്ക് തോന്നുന്ന കാര്യം, ശ്രീ ടി ഒ മോഹൻ? ഇത് വാസ്തവത്തിൽ പോലീസിന്റെ, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ, ഇന്റലിജൻസിന്റെ പൂർണ്ണമായ പരാജയമാണ്. കാരണം ഇത്ര ഒരു വർഷത്തിലധികമായി അവിടെ ഇത് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഉറങ്ങുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കണ്ണൂർ ജില്ലയിൽ ബോംബ് നിർമ്മാണത്തിനിടയിൽ എത്ര ആളുകൾ ഇതുവരെയായിട്ട് മരിച്ചു കണക്കെടുക്കാൻ കഴിയില്ല. അത്രമാത്രം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപാട് ആളുകൾക്ക് ശാരീരികമായ അംഗഭംഗങ്ങൾ ഉണ്ടായി. ഒരുപാട് ആളുകൾ ജീവിക്കുന്ന രക്തസാക്ഷികളായിട്ട് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ മരിച്ചു ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു ജില്ലയിലാണ് ഇപ്പൊ പോലീസ് ഉറങ്ങുകയാണ്. അവര് അന്വേഷിക്കണ്ടേ? നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങളെ കുറിച്ചും കൃത്യമായി അന്വേഷിക്കുന്ന, കണ്ടെത്തുന്നു എന്ന് പറയുന്ന പോലീസ് സംവിധാനങ്ങൾ, സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനങ്ങളായാലും അതല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് ആയാലും ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇതിനു മുൻപ് പൊടിക്കൊണ്ടിലുണ്ടായ സംഭവത്തിൽ ഇദ്ദേഹം പ്രതിയായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു പ്രതിയായിരിക്കുന്ന ഒരാളിനെ കുറച്ചു കാലമെങ്കിലും നിരീക്ഷിക്കണ്ടേ? അതിനുശേഷമുള്ള പല സംഭവത്തിലും ഇയാൾ ഉൾപ്പെട്ടു എന്ന് പറയുന്നു. ഇവിടെ എളിയാവൂര് ഭാഗത്ത് ഒരു സ്ഥലത്ത് ഒരു വീട്ടിനകത്ത് ആ കേസ് തന്നെ പിന്നീട് തേച്ചു മാറ്റി കളഞ്ഞു. അവിടെ 300-ഓളം കിലോ സ്ഫോടക വസ്തു പിടിച്ചെടുത്ത ഒരു സംഭവം ഉണ്ടായി. അതിന്റെ പിറകിലും ഇയാളാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വായിച്ചത്. അപ്പൊ അങ്ങനെ കൃത്യമായി ഇതേ ഒഫൻസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിനെ നിരീക്ഷിക്കാൻ ഇവിടെ സംവിധാനമില്ല. അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ സംവിധാനം. എന്താണ് ഈ നിങ്ങൾ എല്ലാ നേതാക്കന്മാരുടെയും, മുതിർന്ന നേതാക്കന്മാർ, CPM നേതാക്കളുണ്ട്, കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉപഹാരം നൽകുന്നു ഈ ക്രിമിനലിന്. അപ്പോൾ ഈ വ്യക്തിയുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയാഞ്ഞിട്ടാണോ? അതല്ല ഈ അനൂപിന് മാലിക്കുമാർ, യജമാനന്മാർ ഒരുപാട് പേരുണ്ടോ? എങ്കിൽ അത് ഏത് പാളയത്തിലാണുള്ളത്, ഏത് ക്യാമ്പിലാണുള്ളത്? ശ്രീ റെജി ലൂക്കോസ്, ഞാൻ മടങ്ങിയെത്താം. അല്ല, ഞാൻ ശ്രീ റെജി ലൂക്കോസിനാണ്. റെജി ലൂക്കോസ്, അതിനുള്ള വ്യക്തമായ മറുപടി തൊഴിൽ സഹിതം ബഹുമാനപ്പെട്ട KK രാഗേഷ്, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ഈ സ്ഫോടനം നടന്ന അധികം താമസിക്കാതെ തന്നെ അത് വെളിപ്പെടുത്തി. എന്താണ് ഇയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം? ആർക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ കഴിഞ്ഞ തവണ സ്ഫോടനത്തിൽ പ്രതിയായത്? ഇയാൾ ക്രിമിനലാണ്. ഇയാളുടെ പേരിൽ 6ഓളം കേസുകൾ കൊണ്ടു. അതൊക്കെ വസ്തുതയാണ്. പിന്നെ ഒരു ക്രിമിനലാണോ അല്ലെങ്കിൽ നല്ല രീതി നടക്കുന്ന ആളാണെന്നുള്ളതല്ലോ ഒരു ആദരവ്. പ്രത്യേകിച്ച് ഇയാളൊരു ബോഡി ബിൽഡറാണ്. ആദരവ് നടത്തിയപ്പോൾ ഒരുപക്ഷെ ഇത് ശ്രദ്ധിക്കാതെ കണ്ട് ആ ആദരവുള്ള വേദിയിൽ പോയി ഇയാൾക്ക് ബെമന്റോള് കൈമാറിയതായിരിക്കും. അതിനൊന്നും ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ നമ്മളറിയാതെ കണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള പലരും ഇത്തരം വേദികൾ വരുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കള് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ നമ്മളൊക്കെ ആ ഇതിൽ വരാനുള്ള സാഹചര്യമുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. ഇയാള് എന്തിനാണ് ഈ മാരകമായ സ്ഫോടനം ഉണ്ടാക്കിയത്? എന്തിനാണ്? കേരളം ചോദിക്കുന്ന ചോദ്യം അതാണ്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ കാണുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പിന്നെ ഈ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്ന ഏതെങ്കിലും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ? ഞാനൊരു കാര്യം അടിയുറച്ച് പറയാം, ഞാനൊരു CPM പ്രവർത്തകനാണ്. പക്ഷേ ഇപ്പൊ ഇയാളുടെ കോൺഗ്രസ് ചായ്വ് വ്യക്തമായിട്ട് തെളിഞ്ഞ സ്ഥിതിക്ക് കോൺഗ്രസ് പാർട്ടി പറഞ്ഞതിന്റെ പേരിൽ എവിടെയെങ്കിലും സ്ഫോടനം ഉണ്ടാക്കാനാണ് ഈ മാരകമായ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചെന്ന് വിശ്വസിക്കാത്തതാണ് ഞാൻ. ഒരു സംശയമില്ല. കാരണം അങ്ങനെയൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്ത് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ കണ്ണൂര് നിരവധി ബോംബ് സ്ഫോടനങ്ങളുടെ അനവധി സഖാക്കളെ കൊല്ലുകയും
ഒരുപാട് പേര് ഇപ്പൊ എന്താ പറയാ ജീവിക്കുന്ന രക്തസാക്ഷികളൊക്കെ ആയിട്ട് വരുന്നുണ്ടെങ്കിലും ഒരു വലിയൊരു വീട് തകർക്കത്തിന് രീതിയിലുള്ള ബോംബ് നിർമ്മിക്കാനായിട്ട് ഏതെങ്കിലും ഇതുപോലെയുള്ള കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അയാൾക്ക് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്നത് അത്ര വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഞാൻ അത് വിശ്വസിക്കുള്ളൂ, പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷെ പിന്നെ എന്തിനാണ് ഇത് ഉണ്ടാക്കിയത്? ഇപ്പോൾ ഞാനിത് പറയാൻ ഒരു കാര്യം, നിങ്ങളുടെ സർക്കാരിലെ ഭരിക്കുന്നത്, അപ്പോൾ കൃത്യമായി എന്താണ് പോലീസിന് ഇക്കാര്യത്തിൽ ഇത് അസ്വാഭാവികത പോലീസ് പോലും കാണുന്നില്ല എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു. ആരാണ് അന്വേഷിക്കുന്നത്? അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെ കാടടച്ച് പോലീസിനെ കുറ്റപ്പെടുത്തിട്ട്, കാരണം ഇയാള് ജനങ്ങൾ തെറ്റിപ്പാർക്കുന്ന ഒരു പ്രദേശത്തെ ഒരു വീട്ടിൽ ഇയാള് മറ്റൊരാൾ കൂടി വീടെടുക്കുന്നു, പുറത്തു പോലും വല്ലപ്പോഴേ വരത്തുള്ളൂ, പുറത്തൊരു തുണി പോലും കാണത്തില്ല. അപ്പൊ അതിനകത്ത് എന്താണ് നടക്കുന്നതൊക്കെ നിരീക്ഷിക്കാൻ മാത്രം അത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള പോലീസ് സംവിധാനം ലോകത്തിൽ എവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. കാണുമ്പോൾ എല്ലാത്തിനും സർക്കാരിന്റെ മുകളിലേക്ക് കുറ്റപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ശരിയായ രീതിയല്ല. അതായത് ജില്ലാ സെക്രട്ടറിയും CPM സംസ്ഥാന സെക്രട്ടറിയും പറയാണ് കോൺഗ്രസിന്റെ കൂലിക്കാരനാണ്, ടൂളാണ് ഈ വ്യക്തി, കോൺഗ്രസിന് വേണ്ടിയാണ് അദ്ദേഹം ബോംബ് നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ഈ പോലീസിന് കൃത്യമായി അന്വേഷിക്കാൻ കഴിയുമല്ലോ. പോലീസ് പക്ഷേ അതിലേക്കൊരു നിഗമനത്തിലേക്ക് എത്തുന്നുമില്ല. ഇല്ല, അവരുടെ ആരോപണങ്ങളെ തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇയാൾ കോൺഗ്രസ് പശ്ചാത്തലമുള്ള ആളും പ്രവർത്തകരുമാണ്. ഇയാൾക്ക് ഇതിനു മുമ്പ് ഒരു സ്ഫോടന കേസിൽ ഇയാൾ പ്രതിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ ലക്ഷ്യം അങ്ങനെയാണെന്ന് അവർ സംശയിക്കുന്നതിനകത്ത് യാതൊരു തെറ്റും പറയാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെ പറയാൻ കാരണം, കോൺഗ്രസ് പോലൊരു പാർട്ടി, ഒരു ജനാധിപത്യ പാർട്ടി ഇത്രയ്ക്ക് വൻ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു സ്ഫോടക വസ്തു നിർമ്മിക്കാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കുന്നാല് ഗോവിന്ദ മാഷ് പറഞ്ഞത് KK രാഗേഷിനൊക്കെ അത് വളരെ വ്യക്തമാണ് പറയുന്നത്, നമുക്ക് സംശയിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇയാള് രാഷ്ട്രീയത്തിനുമായിട്ട് ബന്ധമില്ലാതെ പോലീസ് പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തതുകൊണ്ട് പേര് മാത്രം അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്ത പങ്കുവച്ചത് മാത്രമേ ഉള്ളൂ. പക്ഷെ ചോദ്യം ഇവിടെ നിലനിൽക്കുന്ന മറ്റൊരു കാര്യമാണ്, കേരളത്തിലല്ലാതെ പിന്നെ എവിടെ പൊട്ടിക്കാനാണ് ഈ സാധനം ഉണ്ടാക്കിയത്? ഒരു മാരകമായ ബോംബല്ലാതെ ഒരു പടക്കമോ ഗുണ്ടോ പൊട്ടിയത് ഒരു കെട്ടിടം മുഴുവൻ തകരുകയും ഒരു മനുഷ്യൻ ചിഹ്ന ഭിന്നമായി മരണപ്പെടുകയും ചെയ്യുമോ? ചെയ്യത്തില്ല. അല്ലെങ്കിൽ ഇയാളുടെ മനസ്സിലാക്കുന്നത് എവിടെ പൊട്ടിക്കാനായിരുന്നു ഈ ബോംബ് ശേഖരിച്ചത്? അതിനെക്കുറിച്ച് പറയാൻ ഞാൻ അശക്തര. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു കെട്ടിടം പൊട്ടിത്തകർന്ന് നിലംപരിശായി അതിനൊരു മനുഷ്യ ചിഹ്നഭിന്നായെങ്കിൽ, കേരളത്തിൽ അങ്ങനെ സ്ഫോടക വസ്തു പൊട്ടിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ഭയാനകമായ ഒരു വസ്തുതയാണ്. ഭയാനകമായി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും പോലീസ് അത് പുറത്തു കൊണ്ടുവരട്ടെ. പ്രഡിക്ഷന് ഞാൻ തയ്യാറല്ല. അത് കേരളത്തിലാണോ മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടെയാണോ അല്ലെങ്കിൽ ഇനി വല്ല പാറപ്പട പൊട്ടിക്കാനാണോ ഒന്നും നമുക്കറിയാൻ പറ്റും. പാറപ്പട പൊട്ടിക്കാനൊന്നും അല്ലെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ഇയാളുടെ പശ്ചാത്തലം അതാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പോലീസ് കൃത്യമായ അന്വേഷണത്തിലൂടെ അത് വെളിച്ചത്ത് കൊണ്ടുവരട്ടെ. എന്തായാലും അയാൾ കസ്റ്റഡിയിലാണ്, അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ നമ്മള് കൃത്യമായ തെളിവില്ലാതെ കൊണ്ട് ആരുടെയെങ്കിലും പേരിൽ പഴിചാരി സംസാരിക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അത് പറഞ്ഞത്. അതാ അതിന്റെ ശരിയെന്ന് വിശ്വസിക്കുന്നതാണ്. ശരിക്കും അടിവരയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ബഹുമാനപ്പെട്ട KK രാഗേഷ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പുറത്തുവിട്ട ആ സത്യസന്ധമായ വസ്തുതകൾ ഇയാളെ കുറിച്ച് പറഞ്ഞത് പോലീസ് നിശ്ചയമായിട്ട് അന്വേഷിക്കണം. ആ അന്വേഷണത്തിലൂടെ തെളിവായി പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളം ഭയപ്പെടണം. കേരളത്തിൽ എന്തൊക്കെ ഉരുണ്ടുകൂടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തകർന്നടിഞ്ഞ് കേരളത്തിലെ സ്ത്രീകളുടെ പോലും വെറുപ്പ് നേടിയ സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രശ്നം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ സൃഷ്ടിക്കാൻ, അതിലൂടെ വോട്ട് നേടാൻ അല്ലെങ്കിൽ ഭയാനകമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഉത്തരേന്ത്യയിൽ CPM നേതാക്കൾ പറയുന്നത് പോലെ ഇതിൽ എന്തൊക്കെയോ ദുസൂചനകൾ ഉണ്ട്, ദുരൂഹതകൾ ഉണ്ട്. ഇനിയും ആ ദുരൂഹതകൾ ഇപ്പോഴും അഴിഞ്ഞിട്ടില്ല.